അപ്പോൾ അതേ വിഷുവിൻ്റെ തലേ ദിവസത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കവറ് എങ്ങനെ തുറന്നിട്ട് കിട്ടില്ല. അപ്പോൾ പിന്നെ കടിച്ച് തുറന്നു. കത്തിയെടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്നത്. ഇതൊക്കെ ഒന്ന് പെറുക്കി ഇടത്തെ കുപ്പിയിലാക്കി വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ അതേ ഓരോന്ന് കുപ്പിയിലാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി അതേ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിരത്തിയിടാറാണ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് അമ്മ ഒരു മാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്ത് നോക്കുക, ഭംഗിയുണ്ടോയെന്നൊക്കെ നോക്കിയായിരുന്നു. അച്ഛമ്മ വാച്ച് വരുമ്പോൾ വാച്ച് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് ഈ കുപ്പികളൊക്കെ ഞാൻ അതേപോലെ കഴുകി തുടച്ച് റെഡിയാക്കി എടുത്ത് വെച്ചാണ്. അതാകുമ്പോൾ ഇതിങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ എടുക്കാൻ സുഖമാണ്. വേറെ കുപ്പികൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയിൽ ഓരോ ഓമക്കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതമ്മ ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏട്ടൻ മാങ്ങ കുനുകുനാന് അരിയുന്നുണ്ട് അച്ചാറിടാൻ. അതിൻ്റെ ഇടയിൽ വർത്താനൊക്കെ പറഞ്ഞത് ഒരു മാങ്ങാനൊക്കെ അടിച്ച് നല്ല ചെനച്ച മാങ്ങയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി പടക്കം പൊട്ടിക്കാനാണ്. ഇതേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടക്കം പൊട്ടിച്ചാൽ അത് ഇങ്ങനെയുള്ള കരച്ചിൽ കേൾക്കേണ്ടി വരും. അത് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഇന്ന് പകലെന്നെ പല സ്ഥലത്തും പടക്കം പൊട്ടുന്ന സൗണ്ട് ഇട്ട് പേടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൾ അവിടെ പൊട്ടിക്കുന്ന കേട്ടപ്പോൾ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂത്തിരി കണ്ടപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.